പിന്നെന്തേ? എന്താ കാരണം? എന്താ ഫലസ്തീനികളെ അവർ സംരക്ഷിക്കാത്ത? എന്താ കാരണം? കൃത്യാണ്. ബ്രിട്ടനും അമേരിക്കയും സ്ഥാപിക്കാത്ത ഒരു അറബ് രാജ്യം ഇന്ന് ലോകത്ത് ഇല്ല. ഒരു അന്തസ്സുള്ള അറബ് രാജ്യം ലോകത്തില്ല. ഒരു അന്തസ്സുള്ള അറബ് രാജ്യം. അതായത് ഞങ്ങളെ ബ്രിട്ടൻ സഹായിച്ചിട്ടില്ല, ഞങ്ങളെ അമേരിക്ക സഹായിച്ചിട്ടില്ല. ഞങ്ങൾ സംസ്ഥാപനത്തിന് ആ രാജ്യമായിട്ട് ഉണ്ടാകാൻ അവരുണ്ടാക്കി കൊടുത്തു. നിങ്ങൾ എന്നോട് കടപ്പെട്ടവരല്ലേ? ഞാനുണ്ടാക്കി തന്ന കസേരയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് കടപ്പെട്ടവരല്ലേ? ഉറപ്പല്ലേ? ഒരു രാജ്യത്തിന്റെ പേര് പറയും. ഒരു രാജ്യം. ഞാൻ അറബികൾ ഷണ്ടന്മാരായി എന്ന് പറഞ്ഞാൽ അറബികളൊക്കെ ഷണ്ടന്മാരാണെന്നോ, അറബികൾ ലോകത്ത് വലിയ വലിയ പണ്ഡിതന്മാര് ലോകത്ത് വന്നിട്ടില്ല എന്നൊന്നു അതൊന്നും ഇതിന് അർത്ഥം വെക്കണ്ട. ഒരു സമൂഹത്തിന്റെ ഷണ്ടത്വം തീരുമാനിക്കുന്ന ഭരണാധികാരിയാണ്. ഒരു ജനതയെ ഊർജ്ജസ്വലരാക്കുന്നത് നേതാവാണ്. ഒരു ജനതയെ ഷണ്ഡീകരിക്കുന്നതും നേതാവാണ്. ഈ ഷണ്ഡീകരിക്കപ്പെട്ട ജനതയിൽ തന്നെ ധീരന്മാരുണ്ടാവും, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഷണ്ടന്മാരെ വരെ ഊർജ്ജസ്വലരാക്കും ആര്? ഭരണാധികാരി. ഭരണാധികാരിക്ക് അതിന് കഴിയൂല. എന്തുകൊണ്ട് കഴിയില്ല? ഈ ഇരിപ്പിടം, ഈ രാഷ്ട്രത്തിൽ ഒരു അന്തസ്സുള്ള മുസ്ലിം രാഷ്ട്രം ഇല്ല. അമേരിക്കയോ ബ്രിട്ടനോ ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു മുസ്ലിം രാജ്യം ഉണ്ടെങ്കിൽ അത് മൊറോക്കോ ആണ്. പക്ഷെ മൊറോക്കോയുടെ അവസ്ഥ എന്തെന്നാൽ മൊറോക്കോ പണ്ടേ രാജാവിനേക്കാൾ രാജഭക്തി കാട്ടിയ രാജ്യമാണ്. അപവാദം എന്ന് പറയാവുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് മൊറോക്കോ ആണ്. പക്ഷെ മൊറോക്കോ നേരത്തെ തന്നെ ഉദാഹരണം 1776 ജോർജ് വാഷിങ്ടന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് അമേരിക്കയെ മോചിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായില്ല? AD 1776 ആണ് ആധുനിക അമേരിക്ക നിലവിൽ വരുന്നത്. നേരത്തെ അത് ബ്രിട്ടീഷ് കോളനിയാണ്. മനസ്സിലായി? AD 16-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് കോളനിയായ രാജ്യമായിരുന്നു ഏത്? അമേരിക്ക. അതിനെ 1667 മോചിപ്പിക്കപ്പെടുകയാണ്. ആ മോചിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ആദ്യമായി അമേരിക്കയെ അംഗീകരിക്കുന്ന രാജ്യം മൊറോക്കോ. അതായത് ബ്രിട്ടൻ അമേരിക്കയെ അംഗീകരിക്കുന്നതിന് മുമ്പേ അമേരിക്കയെ അംഗീകരിച്ച രാജ്യമാണ്, അമേരിക്കൻ ചേരിയുള്ള രാജ്യമാണ് ഏത്? മൊറോക്കോ. ഇനി എന്താ പറയേണ്ട ആവശ്യം? ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇന്നാലിന്ന രാജ്യം, ഒരു രാജ്യം രണ്ട് രാജ്യം എന്നില്ല. എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഉദാഹരണം പറയാം, അബുദാബി, ഷാർജ, അതൊക്കെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. അബുദാബി, ഷാർജ, അജ്മാന്, ഉൽ ഖുവൈന്, റാസൽ ഖൈമ, ഇതൊക്കെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. ഇത് അടിസ്ഥാനപരമായി തുർക്കിയുടെ കീഴിലുള്ള രാജ്യങ്ങളാണ്. പക്ഷേ 1820 മുതലേ ഇവർ ബ്രിട്ടനെ അംഗീകരിച്ചു, ബ്രിട്ടൻ മേൽക്കോയ്മ സ്വീകരിച്ചു, ബ്രിട്ടീഷ് പക്ഷത്ത് നിന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് തുർക്കികൾ ജയിച്ച കാലാണ്. ഇങ്ങനെയുള്ള ഇവരുടെ അടുപ്പവും ഇവരുടെ ബന്ധവും ആർക്ക് ആവശ്യമായിരുന്നു? ബ്രിട്ടന്. കാരണം ബ്രിട്ടൻ എന്ത് ചെയ്യണം? തുർക്കി ഖിലാഫത്തിനെ തകർക്കണം. മനസ്സിലായില്ല? 1820 മുതൽ അടിസ്ഥാനപരമായി അതെല്ലാം തുർക്കി അധീനയുള്ള പ്രദേശങ്ങളാണ്. അക്കാലത്ത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കമാണത്. 1820 ഇന്നത്തെ അബുദാബി, ഷാർജ, അജ്മാന്, ഉമ്മുൽ ഖുവൈന്, റാസൽ ഖൈമ അടക്കമുള്ള രാജ്യം, കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ AD 1820 കാലം മുതലേ സഖ്യബന്ധത്തിലാണ്. ആരുമായി? ബ്രിട്ടനുമായി. ബ്രിട്ടന്റെ എല്ലാ ചാരന്മാരും അവിടെ യഥേഷ്ടം വിഹരിക്കുന്ന സൗകര്യങ്ങളുണ്ടായി. അവർ നേരെ തുർക്കി പക്ഷത്ത് നിന്ന് ബ്രിട്ടൻ പക്ഷത്തേക്ക് മാറി. ബ്രിട്ടൻ ഒരു ആവശ്യമായിരുന്നു.
കാരണം ബ്രിട്ടൻ എന്ത് വേണം? ബ്രിട്ടൻ തുർക്കി ഖിലാഫത്തിനെ പൂർണ്ണമായി തകർക്കണം. തുർക്കി ഖിലാഫത്ത് പൂർണ്ണമായി തകർക്കപ്പെട്ടാൽ പിന്നെ ചോദിക്കാനും പറയാനും മിഡിൽ ഈസ്റ്റിൽ ആളുണ്ടാവില്ല. 1820-കൾ മുതൽ അബ്ദുൽ അസീസ് രാജാവ് ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധികളുമായി വന്നിട്ടാണ് 1916 ഖത്തർ ബ്രിട്ടീഷ് വരുന്നത്. ആരാ നേതൃത്വം കൊടുത്തത്? അബ്ദുൽ അസീസ് ബിൻ സഊദ്. ബ്രിട്ടന്റെ നയതന്ത്ര നേതാക്കളുമായി ഖത്തറിൽ വന്ന് ഖത്തറിനെ നേരെ ബ്രിട്ടീഷ് ചേർത്തത് ആരാ? ഈ ബ്രിട്ടൻ തന്നെയാണ് എന്ത് ചെയ്തതും, ബാൾഫർ ഡിക്ലറേഷനിലൂടെ എന്ത് ചെയ്തതും, ഫലസ്തീനെ മാറ്റിവെച്ചതും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ സത്യാണ്. ഒരു അന്തസ്സുള്ള ഒരു രാജ്യം, ഒരു അന്തസ്സുള്ള ഒരു സൊസൈറ്റി, ഒരു അന്തസ്സുള്ള മുസ്ലിം രാജ്യം ഇന്ന് ലോകത്തില്ല. അവരുടെ ഇരിപ്പിടത്തിലിരിക്കുകയാണ്. അതിനെന്താ കാരണം? ഇതിനെന്താ കാരണം? കാരണം അറബികളുടെ അസൂയ. ഇതിന് നമ്മൾ ചരിത്രത്തിൽ നേരെ ഈ രാജാക്കന്മാർ ഇങ്ങനെ ഷണ്ഡീകരിക്കപ്പെടാനുള്ള കാരണം എന്താ? അറബികൾക്കുണ്ടായ അസൂയ. പുണ്യ റസൂൽ പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചു. ലാ ഫളല ലിൽ അറബിയ്യ അലൽ അജമിയ്യി ഇല്ലാ ബിത്തഖ്വ എന്ന് പറഞ്ഞില്ലേ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ ഹബീബായ നബി. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ വംശീയത ഇല്ലാതാക്കണം, എന്നാൽ മാത്രമേ നീതിയുക്തമായ സൊസൈറ്റിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് റസൂലുള്ളാഹ്. അതിനെ അറബികൾ മറികടന്നു, അത് അറബികൾ മറന്നു. ഇന്നത്തെ ഫലസ്തീൻ്റെ അടിസ്ഥാനം അതാണ്. ലാ ഫളല ലിൽ അറബിയ്യി അലൽ അജമിയ്യി ഇല്ലാ ബിത്തഖ്വ. ചരിത്രത്തെ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, ദേശം പുറകോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗൗരവമായ കാര്യം, അമവി ഖലീഫമാര് അബ്ബാസി ഖലീഫമാർ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരു അറബ് വംശജൻ, ഒരു രാഷ്ട്രതന്ത്രജ്ഞനായ ഒരു അറബ് വംശജൻ ലോക ചരിത്രത്തിലില്ല. അതൊരു അപകർഷതാബോധമായി അറബികളിൽ നിലനിന്നു. അത് AD 18-19 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടനും യൂറോപ്പും മുതലെടുത്തു. ഇതിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? അതായത് അമവി ഖിലാഫത്തുർ റാഷിദ കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടം ഏതാണ്? അമവി ഭരണകൂടം. പിന്നെ അബ്ബാസി ഭരണകൂടം. അബ്ബാസി ഭരണകൂടത്തെ അതും കൂടി അത് കഴിഞ്ഞാൽ അവസാനത്തെ അബ്ബാസി ഖലീഫയെ കൊല ചെയ്യപ്പെടുന്നത് 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ്. AD 1258. അതോടുകൂടെ അബ്ബാസി ഖിലാഫത്ത് കുറ്ററ്റു. മനസ്സിലായില്ലേ? ഒരു നിലക്ക് അത് തന്നെ അബ്ബാസി ഖിലാഫത്തിന്റെ ക്ഷയത്തിന്റെ കാലഘട്ടമാണ്. അതിനിടയിൽ AD 10-ാം നൂറ്റാണ്ടിന് ശേഷം 2 ഖിലാഫത്തുകൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഒന്ന് സെൽജൂക്കികൾ, അവർ അറബികളല്ല, പേർഷ്യക്കാരാണ്. പിന്നെ അയ്യൂബികൾ, അവരും ഉദാഹരണം പറയാം. ഒരു ലോക പ്രശസ്തനായ ഒരു നയതന്ത്രജ്ഞനായ രാഷ്ട്രത്തിൽ ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയാവുന്ന ആളായിരുന്നു നൂർദീൻ സങ്കി. നൂർദീൻ സങ്കിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 1118-ന്റെയും ജനിച്ചിട്ട് AD 1118 ജനിച്ച് AD 1174 നൂർദീൻ സങ്കി മരിക്കുന്നത്. അതായത് ഇമാം ഗസാലി മരിച്ചിട്ട് 7-ാം കൊല്ലം. ഇമാം ഗസാലി മരിക്കുന്നത് 1111 1111 ഇമാം ഗസാലിയുടെ മരണം. 1118 നൂർദീൻ സങ്കിയുടെ ജനനം. സെൽജൂക്കി രാജവംശത്തിലെ ഏറ്റവും വലിയ കരുത്തനും അക്കാലത്ത് ലോകത്തെ ഒരു വലിയ രാഷ്ട്രതന്ത്രജ്ഞനായ പ്രതിഭയുമാണ് ആര്? AD 12-ാം നൂറ്റാണ്ടിൽ ആര്? നൂർദീൻ സങ്കി.
അറബിയല്ല, തീർച്ചക്കാരനാണ്. ചിന്തിക്ക്. നമ്മൾ വളരെ ഗൗരവമായി പഠിക്കണം. പിന്നീട് ലോകത്ത് വന്ന ഒരു വലിയ നേതാവാണ് ആര്? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. AD 1137 ജനിച്ചു. AD 1193 മരിച്ചു. AD 1137 ജനിച്ചിട്ട് AD 1193 മരിച്ചു. ആര്? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ആരല്ല? അറബിയല്ല. ഇവർ രണ്ട് കുർദികളാ. നൂറുദ്ദീൻ സഖി കുർദിയാണ്, ഉറുദു വംശജനാണ്, അറബ് വംശജനല്ല. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയോ അറബ് വംശജനല്ല. പിന്നെ ആരാ? പറ ആരാ? ഉറുദു വംശജനാണ്. പക്ഷെ എല്ലാവർക്കും മതിയായ ഒരാളായിരുന്നു. അറബികളെയും അനറബികളെയും ആ വലിയ മനുഷ്യർ അവരുടെ ചിറകിനുള്ളിൽ സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ലോകത്ത് വന്ന ഈ കാലഘട്ടത്തിലൊന്നും ആരില്ല. അറബ് ലോകത്തൊരു ജനത, ഒരു നേതാവ് എന്ന് പറയാൻ ഇല്ല എന്നല്ല, ഇന്ന് വരെ ഇല്ല. അബ്ബാസി കാലഘട്ടം കഴിഞ്ഞാൽ ഒരു നിപുണനായ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഒരു നേതാവ് ഇല്ല. പിൽക്കാലഘട്ടത്തിൽ ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ ആരാ? തുർക്കികളാണ്. അവരും ആരല്ല? അറബ് ആരല്ല? അറബ് വംശജരല്ല, തുർക്കികളാണ്. ഉദാഹരണം പറയാ, മുഹമ്മദുൽ ഫാത്തിഹ്. ലോകത്തൊരു വലിയ ആളാണ് മുഹമ്മദുൽ ഫാത്തിഹ്. സുൽത്താന് പിന്നെ ആര്? ബായസീദ്. സുൽത്താന് പിന്നെ ആര്? സലീം ഒന്നാമൻ. സുൽത്താന് സുലൈമാൻ ഖാനൂനി. സുലൈമാൻ ഖാനൂനിയെ പറ്റി ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരൊക്കെ ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ ആളുകളാ. അവരുടെ മുന്നിലൊരു വാക്കുച്ചരിക്കാൻ പറ്റിയ ഒരാൾ അന്ന് ഈ ഭൂമിക്ക് മുകളിലില്ല. ഇവരൊന്നും ആരല്ല? അറബികളല്ല, തുർക്കികളാണ്. ഒരു നിലക്ക് റഷ്യക്കാരാണ്. ഇർത്തുറുൽ ഗാസിയാണ് അടിസ്ഥാനപരമായി തുർക്കി ഭരണകൂടത്തിന്റെ അടിസ്ഥാന ശില. അദ്ദേഹം സൈബീരിയയിൽ നിന്ന് വരികയാണ്. അദ്ദേഹത്തിന്റെ ഗോത്രം സൈബീരിയ എന്ന് വന്നതാണ്. എങ്ങനെയൊക്കെ എങ്ങനെ മംഗോളിയൻ ആക്രമണത്തിലാണ് അവർ വരുന്നത്. AD 12-13 നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ് ആര്? മംഗോളിയക്കാർ. ഈ മംഗോളിയൻ ആക്രമണത്താലാണ് ഇവർ വരുന്നത്. ഈ ഇർത്തുറുൽ ഗാസിയുടെ മകനാണ് ഉസ്മാൻ ബിൻ ഇർത്തുറുൽ. അദ്ദേഹമാണ് ഈ ഭരണകൂടം സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പേര് വന്നത്? ഉസ്മാനികൾ. അവർ മധ്യേഷ്യ വഴി ഇങ്ങനെ കടന്നു വന്ന് പിന്നെ എവിടെ എന്ത് അനത്തോൾ വഴി വന്നിട്ട് ഇസ്താൻബുളിലേക്ക് ചേരുകയാണ്. പിന്നെ അവിടുന്ന് ലോകം കണ്ട ഭരണാധികാരികളെല്ലാം ഈ ഉസ്മാന്റെ സന്തതികളിലാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഇവരും തുർക്കികളാണ്. അടിസ്ഥാനപരമായി റഷ്യക്കാരാണ്. ആരല്ല? അല്ല. അപ്പോൾ എന്തുണ്ടായി? AD 16 നൂറ്റാണ്ട് മുതൽ ലോകത്ത് കുത്തിത്തിരിപ്പ് നടത്തുന്ന ജനതയാണ് ആര്? ബ്രിട്ടീഷുകാർ. ഈ ഒരു കുത്തിത്തിരിപ്പ് അറബികൾക്കിടയിൽ കയറ്റി. ഇതിനാ തുർക്കികൾ നിങ്ങളെ ഭരിക്കണ്. നിങ്ങൾ വലിയ ആളുകളല്ലേ? നിങ്ങളെ ഭാഷയിലല്ലേ ഖുർആൻ വന്നത്? നിങ്ങളുടെ ഭാഷയിലല്ലേ മുഹമ്മദ് നബി വന്ന്? ആരാത് പറയുന്നവർക്ക്? ബ്രിട്ടീഷുകാർ. അതിൽ സ്ക്രൂവിൽ കയറി ആര്? അറബികൾ. ഞാൻ പാൻ അറബിസത്തിന്റെ അടിസ്ഥാനം. അറബ് നാഷണാലിറ്റി, അറബ് നാഷണലിസം, അറബ് ദേശീയത. പടച്ചോന് സഹായം ഉണ്ടായില്ല. ഇന്നത്തെ പ്രശ്നം അതാണ്. ഇതിനു വേണ്ടി അവരെന്ത് ചെയ്തു? ഇനി വളരെ രസമുണ്ട് കാര്യം. ഇതിനു വേണ്ടി അവരെന്ത് ചെയ്തു?
അവസരം പാർത്തുന്നു ദേഷ്യം. ആരോട്? യോട്. ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യം. അതിലെല്ലാവരും ഉണ്ട്. സുന്നികളുണ്ട്, അസുന്നികളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരു വിഭാഗത്തിന് മാത്രമേ ആക്ഷേപിക്കണ്ട, ഇതിലെല്ലാവരും ഉണ്ട്. ഹുസൈൻ ബിൻ അലി എന്ന് പറഞ്ഞാൽ മക്കയിലെ ഷെരീഫാണ്, സയ്യിദ്. ഈ തുർക്കികളോട് ദേഷ്യമുള്ള ഒരാളായിരുന്നു ആര്? ഹുസൈൻ ബിൻ അലി. അടിസ്ഥാനപരമായി അയാൾ തുർക്കിയുടെ ഗവർണറുമാണ് മക്കയിലെ. പക്ഷെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ചതിപ്പെട്ടു. ആരുടെ ചതിയിൽ? പുട്ടന്റെ ചതിയിൽ. ഇവർ നേരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താ? തുർക്കിയുടെ ഗവർണർ സഹായിക്കേണ്ടത് ആരെയാ? തുർക്കിയെ. ഒന്നാം ലോക പഠിച്ച് എളുപ്പം മനസ്സിലാവും. അറബികളെ ഷണ്ടന്മാരാക്കിയത് അസൂയയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതിനെ മറന്നതാണ്. എന്നാൽ അവർക്ക് നേതാവില്ലേനും. ആരാ നേതാവ്? അബ്ബാസി ഖലീഫമാർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറബ് രാഷ്ട്രതന്ത്രജ്ഞനായ നേതാവിൻ്റെ പേര് പറയും. ഒരാളെ പേര് പറയും. ആരാള്? അതെന്താ? അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഇസ്ലാം മക്കത്തും മദീനത്തും തന്നെ ഉണ്ടായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നത്. അതേ സമയത്ത് 4 ഇമാമിങ്ങളിൽ ആദ്യത്തെ ഇമാം ആരാണ്? അബൂ ഹനീഫത്തുൻ നുഅ്മാൻ. അറബിയല്ല, പേർഷ്യക്കാരനാണ്. എന്തേ അങ്ങനെയാണ്. പറഞ്ഞത് മനസ്സിലായില്ലോ? പേർഷ്യക്കാരാണ്. ആദ്യത്തെ ഇമാമ പേർഷ്യക്കാരനാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹനീഫത്തുൻ നുഅ്മാനെ പ്രശംസിക്കുകയും ചെയ്തു. ലൗകാനത്തിൽ ഹിക്മത്തു ഇൻദ സുറയ്യ ലനാലഹാ റജുലുൻ മിൻ ഫാരിസ്. തത്വജ്ഞാനം എന്നത് സുറയ്യ നക്ഷത്രത്തിന്റെ അടുത്താണെങ്കിൽ പോലും പേർഷ്യക്കാരനായ ആൾ അവിടെ പോയി അത് കൊണ്ടുവരുമെന്ന് റസൂലുള്ള പറഞ്ഞത് ആരെ പറ്റിയാണ്? അബൂ ഹനീഫത്തുൻ നുഅ്മാനെ പറ്റിയാണ്. അറബ് വംശജനല്ല, പേർഷ്യൻ വംശജനാണ്. അതിൽ ഒരു പ്രശ്നവും ഇല്ല. ലോകത്ത് ആരും എവിടെയുമാകാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഇസ്ലാമിൽ ഇല്ല. അത് കൊണ്ടുവന്ന അള്ളാഹിന് സഹായം ഉണ്ടാവില്ല. അത് കൊണ്ടുവന്നാരാ? ബ്രിട്ടീഷുകാർ. അതിന് ഈ അന്തമില്ലാത്തൊരു വഴിപ്പെട്ടു പോയി. ഹുസൈൻ ബിൻ അലി ആളാരെന്നെ എല്ലാ സുന്നത്തെടുക്കുന്ന സുന്നിയാണ്. പക്ഷെ അന്തണ്ടായില്ല. ആള് സയ്യിദാണ്. ഞാൻ സയ്യിദിനെ ആക്ഷേപിച്ചു നിന്റെ വലിയ പറഞ്ഞിട്ടാക്കരുത്. ചരിത്രം പറയുമ്പോൾ പറയണല്ലോ. കുടുങ്ങിയിട്ട് പറയാണ്. ചില കാര്യങ്ങളെല്ലാം വസ്തുതകൾ മനസ്സിലാവുമ്പോൾ ഞാൻ കുടുങ്ങിയിട്ട് പറയല്ലാതെ അള്ളാഹുവിന്റെ കോടതി എന്ത് പറയും? ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയാൻ നിർബന്ധിതനാവുകയാണ്. ഹുസൈൻ ബിൻ അലി ഷെരീഫാണ്, സയ്യിദാണ്, മക്ക ഭരിച്ചിരുന്ന ആള്. അയാള് സത്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധം 1914-18 ഇടയിലാണ്. ഈ സന്ദർഭത്തിൽ തുർക്കിയുടെ ഗവർണർ സഹായിക്കേണ്ടത് ആരെയാ? തുർക്കിയെ. പക്ഷെ അയാൾ സഹായിച്ചത് ആരെയാ? ആ ഒരു അവസരത്തിൽ അയാൾ ആരെ സഹായിച്ചു? ബ്രിട്ടനെ സഹായിച്ചു. നിങ്ങൾ എന്തിനാ തുർക്കികളെ ഇപ്പം നിങ്ങൾക്ക് പൊളിച്ചെടുക്കാൻ കഴിയും? നിങ്ങൾ ഞങ്ങളൊപ്പം നിന്നാൽ മതി. എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ നാളാണ് തരാം. നിങ്ങൾക്ക് എന്തിനാ അവരെ കീഴിൽ നിൽക്കുന്നത്? നിങ്ങൾ സ്വയം രാജാവാകാം. അപ്പൊ സ്വയം രാജാവാകാൻ പൂതിയായി. ആർക്ക് പറയുന്നത്? നിങ്ങളെന്തിനാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരാൾ പോയി പിരികേറ്റി. നിങ്ങളെന്തിനാ മുഖ്യമന്ത്രി? നിങ്ങൾ പ്രധാനമന്ത്രി. ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാണ്, ഞങ്ങളൊപ്പം നിങ്ങൾ പ്രധാനമന്ത്രിനെ ആക്കാം എന്നതിൽ ഈ മുഖ്യമന്ത്രി പെട്ടുപോയാൽ, സപ്പോസ് മനസ്സിലാൻ പറഞ്ഞത്, ഇത് ആർക്ക് സംഭവിച്ചു? ഹുസൈൻ ബിൻ അലിക്ക്. തങ്ങൾ കുടുംബാണ്, സുന്നത്തും ഫർളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എന്തിനു? അറബ് റിവോൾട്ടിന്റെ നേതൃത്വത്തിലാണ് നിന്നു. അറബ് വിപ്ലവം ആർക്കെതിരെ? തുർക്കികൾക്കെതിരെ. ആരെ കൂടന്നു? ബ്രിട്ടൻ ചാരന്മാരെ, 10,000-കണക്കിന് ചാരന്മാരെ 18, 19 നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചു.
10,000-കണക്കിന് ചാരന്മാർ. ആരുടെ? ബ്രിട്ടന്റെ. തുർക്കിയുടെ ഗവർണർ അടുത്ത് പോയിട്ട് തിരിപ്പ് കയറ്റിട്ട് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് എന്തിനാ ഈ തുർക്കിയുടെ കീഴിൽ നിൽക്കണു? ഓരോ സദസ്സിൽ അറബികളെ മാത്രം പറഞ്ഞു കൊടുക്കുക. അവരൊക്കെ വട്ടിട്ട് നല്ല നീളം കുപ്പായിട്ട ആര്? അറബികൾ. ഇയാൾ ആരാണ്? ഉദാഹരണം പറയാ, അറബ് റിവോൾട്ടിൽ ഏറ്റവും കൂടുതൽ അറബികളെ ചതിക്കാൻ വേണ്ടി ബ്രിട്ടൻ അയച്ചു കൊടുത്ത ചാരൻ ആരാ? ടി ലോറൻസ്. ലോറൻസിനെ കേട്ടില്ലേ? ലോറൻസിനെ കേട്ടില്ലേ? നിങ്ങൾ എന്തിനോട് വന്നു? നിങ്ങൾ ടി ലോറൻസിനെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം അറിയാം? ടി ലോറൻസിന്റെ ജനന AD 1888 സ്കോട്ട്ലൻഡിൽ ജനിക്കുന്ന അയാള് മനസ്സിലായ 1935 തന്നെയാണ് മരിക്കുന്നത്. ബ്രിട്ടനിൽ മരിക്കുക. എന്താ പറഞ്ഞത്? AD 1888 ടി ലോറൻസ് ജനിക്കുന്നത്. പിന്നെ സ്കോട്ട്ലൻഡിൽ ജനിക്കുന്നത്. 1935 എല്ലാ യുദ്ധവും കഴിഞ്ഞ് തിരിച്ചുപോയി മരിച്ചു. ഇതിനിടയിൽ ഈ ടി ലോറൻസ് നടന്ന് വരികയാണ്. എങ്ങോട്ട്? ഇയാൾ നടന്ന് വരികയാണ്. എങ്ങോട്ട്? 1914 നടന്നു വരിക. ബ്രിട്ടനിൽ മക്കയിലേക്ക് നടന്നു വരിക. ബ്രിട്ടനിൽ നിന്ന് മക്കയിലേക്ക് നടന്നു വന്നു. ആര്? ടി ലോറൻസ്. ടി ലോറൻസിനെ ഒരാൾ അറിയാതെ പോകരുത്. ടി ലോറൻസിനെ ഒരാൾക്ക് അറിയില്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ മിഡിൽ ഈസ്റ്റ് ചരിത്രം അറിയില്ല എന്നാണ്. ചരിത്രം അറിയില്ല എന്ന് പറയണം. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രഘടന മുഴുവനും മാറ്റിയതാരാ? ടി ലോറൻസ്. ടി ലോറൻസിനെ പറ്റി പിന്നെ കുറിച്ച് എത്ര പുസ്തകങ്ങളുണ്ടായി? 7 Pillars of Wisdom അയാളുടെ പുസ്തകമാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് സിനിമ ഉണ്ടായി, ലോറൻസ് ഓഫ് അറേബ്യ. 1965 ഈ സിനിമ കൊണ്ടുവന്നത് ബ്രിട്ടൻ തന്നെയാണ്. ലോറൻസ് ഓഫ് അറേബ്യ, അറേബ്യയുടെ ലോറൻസ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? 1965 ബ്രിട്ടൻ കൊണ്ടുവന്ന സിനിമയാണ് എന്ത്? ലോറൻസ് ഓഫ് അറേബ്യ. ഇയാളാരാ? ഇയാള് സ്കോട്ടിഷ് പ്രഭുവായിരുന്ന തോമസ് ചാപ്മാന്റെ ജാരസന്താനം. അടുക്കളയിൽ പണിയെടുത്ത പെണ്ണിന് പ്രഭുവിൽ നിന്ന് വയറ്റിലുണ്ടായിട്ട് ഈ അടുക്കളക്കാരി പെണ്ണ് പ്രസവിച്ച ജാരസന്താനമാണ് ടി ലോറൻസ്. ഇയാളെ മക്കയിലെത്തുന്നത് ആരാ? ഇയാളെ കയ്യും കാട്ടി മക്കയെ സ്വീകരിച്ചതാരാ? ഈ തങ്ങൾ പാപ്പ. എന്താ കാരണം? അറബികളെ ആരും ഭരിക്കേണ്ടയില്ല എന്നുള്ള നാട്യം സ്വയം രാജാവാകാനുള്ള പൂതി. കാര്യമില്ല. ചിന്തിക്കണത് ഇതൊക്കെ നടന്ന കാര്യ. 20-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്ന സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ട് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് 2004 നടത്തിയ സർവേയിൽ, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് 2004 നടത്തിയ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ സിനിമയായി 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് വന്ന 3-ാമത്തെ സിനിമയായി കണക്കാക്കുന്നത് എന്തിനെയാണ്? ലോറൻസ് ഓഫ് അറേബ്യ. ഇയാളാകട്ടെ കുറഞ്ഞ കാലത്ത് മരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മരിച്ചു. 88 ജനിച്ചു, 35 മരിച്ചു. AD 1888 ജനിച്ചു, 35 മരിച്ചു. മനസ്സിലായോ പറഞ്ഞത്? ഈ ജാരസന്താനത്തെ, ടി ലോറൻസ് എന്ന ജാരസന്താനത്തെ മക്കയിൽ സ്വീകരിച്ചതാരാ? ഷരീഫ് ഹുസൈൻ ബിൻ അലി. അയാളാണ് എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകിയത് മക്കക്കാർക്ക്. ആർക്കെതിരെ? തുർക്കികൾക്കെതിരെ. ഇപ്പോൾ എല്ലാ അറബികളും അതിൽ ചേർന്നു. എല്ലാവരും ലോറൻസ് ഓഫ് മക്കയല്ല, ലോറൻസ് ഓഫ് അറേബ്യ.
തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് അവർക്ക് യൂറോപ്പിനോട് യുദ്ധം ചെയ്യണം. അതേ സമയത്ത് സഹായിക്കേണ്ടവരാണ് ആര്? കാരണം പരിശുദ്ധ കഅബാലയത്തെ 8 നൂറ്റാണ്ട് സംരക്ഷിച്ചവരാണ് അവർ. ലോകത്തെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെയാണല്ലോ, ഒരു വർഗ സ്വഭാവം. അവർക്കൊരു ക്ഷതം പറ്റിയ സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ, എന്ത് ഞങ്ങൾ ഈ സമയത്ത് നിങ്ങൾ സഹായിക്കും, പക്ഷെ എന്ത് ചെയ്യണം? നമ്മളെ ഇത് കഴിഞ്ഞ് മക്കൾക്ക് ഒരു പ്രത്യേക അധികാരം തരണം. ഉണ്ടാവുന്നു മക്കയിലൊക്കെ പറഞ്ഞവർക്ക് ഒരു രാജാവിൻ്റെ പദവി ഉണ്ടായിരുന്നു. പക്ഷെ അതും പോരാത്ത ഒരു പൂതിമേൽ പൂതി വന്നു. എന്നിട്ട് അയാൾക്കത് അനുഭവിക്കാനും കിട്ടിയില്ല. ഇപ്പുറത്ത് വേറെ ഒരു വലിയ സിംഹം കാത്തിരിക്കണ്ടായിരുന്നു. ആര്? അബ്ദുൽ അസീസ് ബിൻ സഊദ്, വഹാബികളുടെ നേതാവ്. അയാൾ നേരിട്ട് മക്കയിൽ വന്ന് ആ സമയത്ത് മക്കയിൽ വന്ന് അയാൾ ഒരു വിപ്ലവം നടത്തുകയാണെങ്കിൽ മുസ്ലിം ലോകം മൊത്തം അയാൾക്കെതിരാവും. അയാളെ ബ്രിട്ടൻ മാറ്റി നിർത്തി. 1918 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ മക്കയുടെ രാജാവാക്കി ബ്രിട്ടൻ ആരെ? ഹുസൈൻ ബിൻ അലിയെ 2024 വരെ. 2024 ആയപ്പോൾ ഇയാളെ തകർക്കാൻ അബ്ദുൽ അസീസ് ബിൻ സഊദിന് ആയുധം കൊടുത്തു. പിന്നെ ഇയാൾ നാട് വിട്ടോടി. പിന്നെ ഇയാൾ എവിടെ ഉണ്ടായിരുന്നു, എവിടെ തന്നെ അറിയില്ല, നാട് വിട്ടോടി. മനസ്സിലായില്ല? ഒരു കാലത്ത് മക്കയുടെ തുർക്കിയിൽ നിന്ന് മക്കയെ പിടിച്ചെടുത്ത് സ്വയം രാജ്യമാക്കിയ ഷരീഫ് ബിൻ അലിക്ക് പിന്നെ ഹുസൈൻ ബിൻ അലിക്ക് അവിടെ എന്തിനു കഴിഞ്ഞില്ല? ഭരണം നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ 1924 വഹാബികൾ കയറി. 1924 ശേഷം വഹാബി ആധിപത്യം മക്കത്ത്. ഇയാൾ ഓടിപ്പോയി. ആര്? ഹുസൈൻ ബിൻ അലി. ഒടിച്ചു, തിന്നാൻ കിട്ടിയില്ല. ഒടിച്ചതിൻ്റെ അസൂയ ഉണ്ട്, അല്ലാതെ എന്താണത്? ഈ അറബ് റിവോൾട്ട് നടന്നില്ലായിരുന്നുവെങ്കിൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ അടർത്തി മാറ്റപ്പെടുകയില്ല. ഒന്നും കൂടി പറയാ, സത്യത്തിൽ അറബ് റിവോൾട്ട് എന്താണ് ഉണ്ടാക്കിയത്? സഹായിച്ചു ആരെ? ബ്രിട്ടനെ. അറബികൾ ബ്രിട്ടന്റെ പക്ഷത്ത് നിന്നു. ബ്രിട്ടനാണ് നേതൃത്വം കൊടുത്തത്. ഇവർ ബ്രിട്ടനെ സഹായിച്ചു. അപ്പോൾ തുർക്കികളിൽ നിന്ന് 918 ഈ അറബ് പ്രദേശങ്ങൾ മുഴുവനും അറബികളുടെ തന്നെ ചോര ചിന്തിയിട്ട് ബ്രിട്ടൻ സ്വന്തമാക്കി. സഖ്യകക്ഷികളും. അതിനപ്പുറം ഒന്നും അന്ന് തുർക്കിക്ക് കഴിയൂല. ഞാൻ തുർക്കിയെ പർവ്വതീകരിക്കല്ല, പക്ഷെ അതേ സമയത്ത് ചോദിക്കാനും പറയാൻ ഒരാളെങ്കിലും ഉണ്ട്. നേതൃത്വം ബ്രിട്ടന്, ആയുധം കൊടുത്തത് ബ്രിട്ടന്, പണം കൊടുത്തത് ബ്രിട്ടന്, ചോര ചിന്തിയത് അറബികൾ. എന്തുകൊണ്ട് ചോര ചിന്തി? സ്വന്തം സഹോദരനെതിരെ എന്തുകൊണ്ടാണ് ചോര ചിന്തിയത്? അറബികൾ വലിയ ആളുകളാണ്, ഞങ്ങളെ പുറത്തുള്ളവർ ഭരിക്കേണ്ടയില്ല എന്ന നാട്യം. ഇത് റസൂലുള്ളാഹിക്കെതിരാണ്, ഇത് ദീനിനെതിരാണ്. എന്ന വാക്കിനെ ധിക്കരിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയ രാജ്യമാണ്, ഉണ്ടായിത്തീർന്നതാണ് എന്ത്? ഇസ്രായേൽ. മാത്രവുമല്ല തുർക്കി ജയിക്കേണ്ടതായിരുന്നു. തുർക്കിക്ക് ജയിക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാ? ഇപ്പോഴത്തെ അറബ് റിവോൾട്ട് നടക്കാണ്. അതായത് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായി സഹായം വരേണ്ട നാടുകളിലാണ് പട്ടാളത്തെ അങ്ങോട്ട് അയക്കേണ്ടി വരുന്നത്. അവിടെ പട്ടാളത്തെ അയക്കാൻ മാത്രമല്ല. എന്തുകൊണ്ട്? വലിയ യുദ്ധം യൂറോപ്പുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? തുർക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ഇതിലേക്ക് വലിച്ചയച്ചതുമാണ്. സത്യത്തിൽ ജർമ്മനിയുടെ പ്രശ്നമാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇവർക്ക് ഇതിലൊക്കെ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് അടിസ്ഥാനം. അപ്പൊ തകർന്നുപോയി, ഒന്നും ചെയ്യാൻ കഴിയില്ല, കഴിഞ്ഞതുമില്ല. ചാരന്മാരെ കൊണ്ട് ആ നാടങ്ങോട്ട് നിറഞ്ഞ ഒരു കാലഘട്ടം. ഞാനൊരു കാര്യം പറയട്ടെ. സിയോണിസ്റ്റ് നേതാവായ തിയഡോർ ഹഡ്സൽ, സിയോണിസ്റ്റ് നേതാവായ തിയഡോർ ഹഡ്സല് 900-ന്റെ തുടക്കത്തിൽ വന്നിട്ട് പിന്നെ അബ്ദുൽ ഹമീദ് രണ്ടാമനെ കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, എന്ത് നിങ്ങളുടെ ഫലസ്തീനെ വിഭജിച്ചിട്ട് ഒരു ഭാഗം ഞങ്ങൾക്ക് തരുമോ, ജൂതന്മാർക്ക് രാഷ്ട്രമാക്കാൻ തരുമോന്ന് തിയഡോർ ഹഡ്സൽ വന്ന് ചോദിക്കുന്നുണ്ട്.
സിയോണിസത്തിന്റെ പിതാവാണ് ആര്? തിയഡോർ ഹെർട്സൽ. 1897 ഓഗസ്റ്റില് തിയഡോർ ഹെർട്സൽ സ്ഥാപിച്ചതാണ് സിയോണിസം. അയാൾ പിന്നീട് 900കളുടെ തുടക്കത്തിൽ വന്ന് കാണുന്നുണ്ട് ആരെ? അബ്ദുൽ ഹമീദ് രണ്ടാമനെ. എന്നിട്ട് അബ്ദുൽ ഹമീദിനോട് ചോദിക്കുന്നുണ്ട്. അബ്ദുൽ ഹമീദ് പറയും, ഞങ്ങൾ ജൂതന്മാർ നിങ്ങളുടെ മൊത്തം കടം വീട്ടിത്തരാം, നിങ്ങൾ വെട്ടിമുറിച്ചിട്ട് ഒരു ഭാഗം ഞങ്ങൾക്ക് ജൂതന്മാർക്ക് രാഷ്ട്രമാക്കി തന്നാൽ മതി. അപ്പോൾ അബ്ദുൽ ഹമീദ് പറയും, അത് പറയാൻ എനിക്ക് കഴിയൂല, കാരണം അതാ നാട്ടുകാരെ മുതലാണ്, എൻ്റെതല്ല. അത് വെട്ടിമുറിച്ച് നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റൂല. അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് പറയും? പിന്നെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത് വലിയ സ്വത്ത് തരാ, തുർക്കിക്ക് വന്ന് വലിയ കടമുണ്ട്, ആ കടവും വീട്ടിൽ തരാന്നല്ലേ നിങ്ങൾ പറയുന്നത്. പൈസ നിങ്ങൾക്ക് ചിലവാവില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ പുറത്താക്കും. എൻ്റെ ആളുകൾ കൂടിയിട്ട്, ഈ അറബികളൊക്കെ കൂടി എന്നെ പുറത്താക്കും. പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചോര പൊടിയാതെ, നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ, നിങ്ങളെ 10 ഉറുപ്പ്യ ചിലവാകാതെ ഈ യൂറോപ്യൻ ഈ സിയോണിസ്റ്റുകൾക്ക് അവിടെ പോയി ഇരിക്കാം. ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ കിട്ടാൻ വേണ്ടി ഒരു സിയോണിസ്റ്റിനെ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനു മേൽ പണിയെടുത്തതാരാ? അറബികൾ. ആരുടെ കൂടെ നിന്നു? ബ്രിട്ടന്റെ കൂടെ നിന്നു. ആരോട് യുദ്ധം ചെയ്തു? തുർക്കിയോട്. അതിനുവേണ്ടി ചാരന്മാരെ വിട്ടു. അതിൽ ഏറ്റവും വലിയ വമ്പൻ ചാരനാണ് ആര്? ടി ലോറൻസ്. 918 ഈ ഏരിയ മുഴുവൻ തുർക്കിയിൽ നിന്ന് ബ്രിട്ടൻ മോചിപ്പിച്ച് ബ്രിട്ടൻ്റെതാക്കി. സഖ്യകക്ഷികൾ തീരുമാനിച്ച് യുദ്ധം അവസാനിക്കുമ്പോൾ ഓരോ ഏരിയ ഓരോ ആളുകൾക്ക് കണക്കാക്കി. ആ കണക്കാക്കിയപ്പോൾ ബ്രിട്ടന് കിട്ടിയ ഏരിയയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു? ബ്രിട്ടനിലിരുന്ന് ഇങ്ങനെ ജോഗ്രഫിക്കലി വെട്ടി, ഭൂപടം വെട്ടി, ഇത് ഹുസൈൻ ബിൻ അലി എടുത്തോട്ടെ, മറ്റേത് ഫൈസൽ ബിൻ ഹുസൈൻ എടുത്തോട്ടെ, മറ്റേ അബ്ദുള്ള ബിൻ ഹുസൈൻ എടുത്തോട്ടെ, മറ്റേ രാജ്യം UAE ഇവരെടുത്തോട്ടെ, ഖത്തർ അവരെടുത്തോട്ടെ, മറ്റേതെടുത്തോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നെ. അതായത് 1ാം ലോക മഹായുദ്ധം 1918 അവസാനിക്കുന്നു. അതിനുശേഷം ബ്രിട്ടൻ ഇങ്ങനെ ജോഗ്രഫിക്കലി വെട്ടിയിട്ട് ഓരോ നാട്ടുരാജ്യക്കാരെ ഏൽപ്പിച്ചതാണ് ഇന്നത്തെ അറബ് ഭരണകൂടങ്ങളെല്ലാം. ഇനി അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? എന്താ നിങ്ങൾ പറയാ? എന്താണ് ചെയ്യാൻ കഴിയുക? എന്താണ്? ഹുസൈൻ ബിൻ അലിക്ക് മക്ക കൊടുത്തു. ഈ ഹുസൈൻ ബിൻ അലിയുടെ മകനാണ് അബ്ദുള്ള. ആ അബ്ദുള്ളന്റെ മകന് അബ്ദുള്ളക്ക്, ഹുസൈൻ ബിൻ അലിയുടെ മകനാണ് അബ്ദുള്ള. ആ അബ്ദുള്ള ഒന്നാമൻ അയാൾക്ക് എന്ത് കൊടുത്തു? ജോർദാൻ കൊടുത്തു. ഇപ്പൊ ജോർദാൻ ഭരിക്കണ ആരാ? ഇപ്പോൾ ജോർദാൻ ഭരിക്കണ ആരാ? അബ്ദുള്ള രണ്ടാമൻ. എന്താ ഉറങ്ങ? മനസ്സിലായില്ലേ? 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ വെട്ടി ഇങ്ങനെ കൊടുത്തു. ആര് കൊടുത്തു? ബ്രിട്ടൻ കൊടുത്തു. കാരണം ബ്രിട്ടൻ്റെതാണത്. ബ്രിട്ടന്റെ സൈന്യാധിപന്മാരും അവരല്ലേ നേതൃത്വം കൊടുത്ത്, അവരല്ലേ പണം ചെലവാക്കിയത്. ഇവര് യുദ്ധം ചെയ്ത് സ്വന്തമല്ല, ആരെ പക്ഷത്താണ്? അറബ് റിവോൾട്ടിൽ അറബികൾ യുദ്ധം ചെയ്ത് ആരുടെ പക്ഷത്താണ്? ബ്രിട്ടന്റെ പക്ഷത്താണ്. അപ്പോൾ തുർക്കിയിൽ നിന്ന് കിട്ടിയ മുതൽ ആരുടേതാണ്? ബ്രിട്ടന്റെ ആണ്. പിന്നെ ബ്രിട്ടന് മനസ്സ് കൊണ്ട് കൊടുത്ത് ഒരു ഏരിയ ഞങ്ങൾ കൊടുക്കൂല, അത് ഞങ്ങൾ ജൂതന്മാർ കൊടുക്കാറുള്ളൂ, ഇവർക്ക് വിടാൻ കഴിയും. അറബ് റിവോൾട്ട് എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഒരിക്കലും ഉണ്ടാവില്ല. ഇമ്പോസിബിൾ. അവർ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലേ, ഹുസൈൻ ബിൻ അലിക്ക് മക്ക കൊടുത്തു. ഹുസൈൻ ബിൻ അലിയുടെ മകനാണ് അബ്ദുള്ള ബിൻ ഹുസൈൻ. അബ്ദുള്ള ഒന്നാമൻ, അയാൾക്ക് ജോർദാൻ കൊടുത്തു. ആ ഭരണകൂടം തന്നെ ഇപ്പോഴും അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ. ജോർദാന്റെ പുതിയ ഫുൾ പേരെന്താ? പറ, ജോർദാന്റെ ഫുൾ പേരെന്താ? അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ അൽ വലദുൽ ബരീത്വാനിയ. കൂടിയാണ് കൂട്ടിയാൽ മതി. വൃത്തന്റെ കുട്ടി ഈ കുട്ടിയില്ലാന്നേ ഉള്ളൂ. കൂട്ടിയാൽ കുട്ടികളാ.
കൊടുത്തത് അബ്ദുള്ള ഒന്നാമന്. ഇപ്പോൾ ഭരിക്കണത് അതിൻ്റെ ഇടയിൽ വേറെയും കുറേ ആളുകൾ വന്നു. ഇപ്പോൾ ഒരു അബ്ദുള്ള ഉണ്ട്. ആ അബ്ദുള്ള എന്താ പറയാ? അബ്ദുള്ള രണ്ടാമൻ. കുട്ട നേരിട്ട് കൊടുത്തായിരിക്കാം അബ്ദുള്ള ഒന്നാമന്. പിന്നെ കുട്ടി മാറി 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 മരിച്ച് ഇപ്പം അബ്ദുള്ള ഒന്നാമനാണ്, രണ്ടാമനാണ്. ഓരോരുത്തർക്കും കൊടുത്തു. യമനൊരു കൂട്ടക്കാർക്ക് കൊടുത്തു, മറ്റൊരു വേറൊരു കൂട്ടക്കാർ, ഇങ്ങനെയാണ് കൊടുത്തു എല്ലാം. ഈ ഹുസൈൻ ബിൻ അലിയെ മക്കയിൽ പറഞ്ഞു വിടാൻ വേണ്ടി പിന്നെ ആരെ പറഞ്ഞയച്ചു? അബ്ദുൽ അസീസ് ബിൻ സഊദിനെ ആയുധം കൊടുത്ത് പറഞ്ഞയച്ചു. 924 ഈ ഹുസൈൻ ബിൻ അലിയെ നാട് വിടാൻ നിർബന്ധിതനായി. എല്ലാം ജീവനും കൊണ്ട് പാഞ്ഞു. പായാലോ മകനെപ്പുറത്ത് ഭരണം നടത്തുന്നുണ്ടല്ലോ. കുട്ടനും പറഞ്ഞു ഇവിടെ പ്രശ്നം, നിങ്ങൾ അവിടേക്ക് പോയിക്കോളി, കുഴപ്പമില്ല, അവിടേക്ക് വരൂല, മതി. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നു. അറബ് റിവോൾട്ട് സമയത്ത്, അറബ് വിപ്ലവ കാലത്ത് പാൻ അറബിസത്തിന്, മനസ്സിലായില്ലേ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊടുത്ത പതാകയാണ് ഇന്ന് മൊത്തം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ പതാക.